ധർമ്മ സന്ദേശ യാത്രയ്ക്ക് ഒരു ആമുഖം, അതിൻ്റെ ആമുഖമില്ല. കേരളത്തിലെ കഴിഞ്ഞ 7-ാം തീയതി നേരത്തെ സ്വാമിജി പറഞ്ഞ പോലെ ആരംഭിച്ച് ഇത്രയും കാസർഗോഡ് മുതൽ ഇന്ന് സാക്ഷാൽ ശ്രീ വടക്കുംനാഥൻ്റെ മണ്ണിൽ എത്തിയിരിക്കുകയാണ്. തൃശ്ശൂർ എന്ന് പറയുമ്പോൾ തൃശ്ശൂർ പേര് ഒരുപാട് നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ, മഹാത്മാക്കളുടെ, സാഹിത്യ സാംസ്കാരിക നായകന്മാരുടെ കേന്ദ്രമായതുകൊണ്ട് ശക്തൻ തമ്പുരാൻ്റെ തട്ടകം സാംസ്കാരിക തലസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ ഒരുപാട് നേരത്തെ സ്വാമിജി സൂചിപ്പിച്ചതുപോലെ ശബരിമലയ്ക്ക് വേണ്ടി മാത്രമല്ല, ഹൈന്ദവ സമാജത്തിന് വേണ്ടിയുള്ള ഒരുപാട് പ്രക്ഷോഭങ്ങൾ നടന്ന ഒരു നാടും കൂടിയാണ്. ഒരുപക്ഷെ 1956 സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞതിന് ശേഷവും തൃശ്ശൂർ ജില്ലയിലെ വേലൂർ മണിമലർക്കാവിൽ ഒരു വലിയൊരു അനാചാരമുണ്ടായിരുന്നു. അവിടെ ഭഗവതിക്ക് താലമെടുക്കണമെങ്കിൽ സ്ത്രീകൾക്ക് മാറുമുറക്കാൻ അവകാശമില്ലായിരുന്നു. സ്വാതന്ത്ര്യം നേടി 1956 വരെ നിലനിന്ന ഒരു അനാചാരമായിരുന്നു. ആ അനാചാരത്തെ നേരിടാൻ വേണ്ടിയിട്ട് ഒരു ഉത്സവ സമയത്ത് സ്ത്രീകൾ തന്നെ മുന്നോട്ടിറങ്ങി, ബ്ലൗസ് ധരിച്ചുകൊണ്ട് ധീരമായിട്ട് എല്ലാ വെല്ലുവിളികളെയും നേരിട്ടുകൊണ്ട് അവർ താലപ്പൊലിയെടുത്തു. ഭഗവതിക്ക് യാതൊരു പ്രസാദക്കുറവുണ്ടായില്ല. ആ അനാചാരങ്ങൾ അതോടെ മാറി. നമുക്കറിയാം, സംപൂജ്യ ഉപാനന്ദ തീർത്ഥ സ്വാമിജി ഇവിടെ തൂക്കം എന്ന് പറയുന്ന ഒരു ആചാരം നമ്മുടെ ഹൈന്ദവ സമൂഹത്തിൽ ക്ഷേത്രങ്ങളുണ്ടായിരുന്നു. അതിൽ കുറെ വേദനിപ്പിക്കുന്ന വശങ്ങൾ കൂടിയുണ്ട്. അതിന് മാനുഷികമായ വശങ്ങൾ ഉള്ളത് കൊണ്ട് ഇതൊരു അനാചാരമാണെന്ന് കണ്ടുകൊണ്ട് സ്വാമിജിയുടെ നേതൃത്വത്തിലാണ് ഇളവൂർ തൂക്കത്തിനെതിരായിട്ട് വലിയൊരു ശബരിമല പോലെ തന്നെ വലിയൊരു പ്രക്ഷോഭം നടന്നു. ഇന്ന് അങ്ങനെ ഒരു അനാചാരമില്ല. ഇന്നെല്ലാം സിംബോളിക്കായിട്ടാണ്. ചെട്ടിക്കുളങ്ങരയിലായിക്കോട്ടെ, അതുപോലെ അടൂരിനടുത്ത് ക്ഷേത്രത്തിൽ ഇപ്പോഴും നടക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല, അത് സിംബോളിക്കായിട്ട് മാത്രം, അത് തീവ്രാത്മകമായിട്ട് മാത്രം നടക്കണം. അങ്ങനെ എല്ലാ അനാചാരങ്ങൾക്കെതിരെയും നവീകരിക്കാൻ, നവോത്ഥാനത്തിനൊരു ശക്തി എല്ലാ കാലത്തും സനാതന ധർമ്മത്തിലുണ്ടായിട്ടുണ്ട്. അവർ നേരത്തെ പറഞ്ഞ പോലെ ഒരു വലിയ ഒരു മാറ്റത്തിന്റെ സൂചനയാണ് മാർഗദർശക മണ്ഡലത്തിന്റെ. സ്വാമിജി പറഞ്ഞ പോലെ ഇത്രയും സന്യാസിമാർ വിവിധ സമ്പ്രദായത്തിലുള്ള വിവിധ ഗുരുക്കന്മാരിൽ കൂടി ശിഷ്യത്വം സ്വീകരിച്ച് വന്നിട്ടുള്ള സന്യാസി ശ്രേഷ്ഠന്മാർ എല്ലാവരും ഒന്ന് ചേർന്നുകൊണ്ട്, എല്ലാ മഠങ്ങളും ഒന്ന് ചേർന്നുകൊണ്ട് അനന്തപുരിയിലേക്ക് നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് കേരളത്തിന്റെ അവസ്ഥ? നമ്മൾ ഒരു സാഹചര്യം വന്നിരിക്കുന്നു എന്ന് ഉപാനന്ദ തീർത്ഥ സ്വാമിജി പറഞ്ഞ പോലെ ഇതൊരു സാഹചര്യമാണ്. നിങ്ങൾ ഉണ്ടാകില്ലേ എന്ന് ചോദിച്ച പോലെ അതൊരു തീരുമാനമാണ് ഹിന്ദുവിൻ്റെ. നമ്മുടെ സമൂഹത്തിനെ, ഹിന്ദു സമൂഹത്തിനെ ഇവിടെ നിൽക്കണം. നിങ്ങൾ ബംഗ്ലാദേശിൽ കണ്ടു കാണും, വലിയ പ്ലാക്കാർഡ് പിടിച്ചുകൊണ്ട് സേവ് ഹിന്ദുസ് ബംഗ്ലാദേശ് അല്ലേ, ബംഗ്ലാദേശ് ഹിന്ദുക്കള് രക്ഷിക്കുക എന്നുകൊണ്ട് പ്ലാക്കാർഡ് പിടിച്ചു കിടക്കുന്ന ഒരു അവസ്ഥ. ഒരിക്കലും നമ്മുടെ കേരളത്തിലെ ഹിന്ദുവിന് അതുണ്ടാവാതിരിക്കാനുള്ള ഒരു മറുപടിയാണ് ധർമ്മ സന്ദേശ യാത്ര എന്ന് പറയുന്നത്. നമ്മുടെ കുടുംബങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാവും, സമാജത്തിൽ പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ കേരളം നമുക്ക് ഇവിടെ ജീവിക്കാനുള്ള സ്ഥലമാണ്. നമ്മുടെ കുടുംബങ്ങളിൽ പ്രശ്നങ്ങളുണ്ട്, കുടുംബങ്ങളിലെ സംവിധാനത്തിൽ ആത്മീയത കുറയുന്നുണ്ട്. അതിനെ തിരിച്ചു പിടിക്കാനുള്ള ഒരു ഉണർത്തുപാട്ടായിട്ടാണ് സന്യാസി ശ്രേഷ്ഠന്മാർ സമാജത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് കേരളത്തിലെ സന്യാസി സമൂഹം മാർഗദർശക മണ്ഡലവുമായിട്ട് ഇത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അയോധ്യ ക്ഷേത്ര പ്രതിഷ്ഠ സമയത്തും കുംഭമേള സമയത്തും. പക്ഷെ വളരെ കാലത്തെ ചിന്തനത്തിന് ശേഷമാണ് ഇതിൻ്റെ ഒരു സാക്ഷാത്കാരം സംഭവിച്ച് ഇന്ന് തൃശ്ശൂർ പേരിൽ വടക്കുംനാഥന്റെ മണ്ണിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒരുപാട് ത്യാഗം ഇതിനു വേണ്ടി, ഒരുപാട് കൂടിയാലോചനകൾ, ഒരുപാട് പേരുടെ കൂട്ടായ്മ ഇതിനു വേണ്ടി വന്നിട്ടുണ്ട്. നമുക്കറിയാം, നേരത്തെ ഇതിൻ്റെ ഒരു മുദ്രാവാക്യം തന്നെ പറയാം നമുക്ക്, കേരള തനിമയിലേക്ക്. എന്താണ് കേരളത്തിൽ സംഭവിച്ചിട്ടുള്ളത്? നമ്മുടെ കുടുംബങ്ങളിലെ ആത്മീയത കുറയുന്നതോടുകൂടി തന്നെ, നമ്മുടെ അനുഷ്ഠാനങ്ങൾ കുറയുന്നതോടുകൂടി തന്നെ നമുക്ക് പ്രശ്നങ്ങൾ ഒരുപാടാണ്. കുടുംബ ബന്ധങ്ങളിൽ നമുക്ക് ചിത്രം, അതുപോലെ നമ്മുടെ കുട്ടികൾ വഴിതെറ്റി പോകും. ഏത് രീതിയിലാണ്? പല പ്രലോഭനങ്ങളിൽ പെട്ടുകൊണ്ടാണ്. കഴിഞ്ഞ ഒരു 10 ദിവസം മുമ്പ് ഒക്ടോബർ 2-ന് അരൂരിൽ അഞ്ജന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, എറണാകുളത്ത് ഫൈനൽ ഇയർ പഠിക്കുന്ന കുട്ടിയുടെ ജഡം
വളരെ സുന്ദരിയായ ഒരു കുട്ടി, മിടുക്കിയായിട്ടുള്ള കുട്ടി പഠിക്കാൻ. ഒരു അച്ഛനും അമ്മയുടെയും മൂത്ത കുട്ടി. അവള് ജഡം അരൂരിലെ റെയിൽവേ പാത്തിൽ കിടക്കുന്നു. അതെന്താ സംഭവം നമുക്കറിയാം. ഇവിടെ ലവ് ജിഹാദില്ല, ഇവിടെ തെറ്റായ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് പ്രചരിപ്പിക്കുമ്പോഴും ആ അച്ഛൻ്റെ അമ്മയുടെ ദുഃഖം. ഇതുപോലെ വൈക്കത്ത് ഒരു ഇടതുപക്ഷ ചിന്താഗതിയുള്ള കുടുംബത്തിൽ നിന്നൊരു കുട്ടി മതം മാറിപ്പോയപ്പോൾ ആ കുട്ടിയുടെ അതിനെ തടയാൻ വേണ്ടിയിട്ട് കോടതിയെ പോലും വെല്ലുവിളിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ കുട്ടിയുടെ ഗതി ഇന്ന് എന്താ? നിങ്ങൾ പത്രങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളും കാണുന്ന ആൾക്കാരാണ്. 2 വിവാഹം കഴിച്ചു, ഇത് അനാഥാലയത്തില് ഇപ്പൊ കഴിയുകയാണ്. അതുപോലെ പെരുമ്പാവൂരിൽ നമുക്കറിയാം. അതുപോലെ തന്നെയാണ് നമ്മുടെ കുട്ടികൾ മയക്കുമരുന്നിലേക്കും അതുപോലെ മദ്യത്തിലേക്കൊക്കെ പോകുന്നൊരു പ്രവണതയുണ്ട്. അതിനെതിരെ കൂടിയുള്ള ജാഗ്രതപ്പെടുത്തലാണ്. നമ്മുടെ കുടുംബ ബന്ധങ്ങൾ സുരക്ഷിതമാണ്, നമുക്കിവിടെ ജീവിക്കണം. പിന്നെ ആ ജീവിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിനുള്ള ഊർജം പകരാൻ വേണ്ടിയിട്ടാണ് സന്യാസിമാർ വന്നിട്ടുള്ളത്. നിങ്ങൾ ഈ അടുത്ത പത്രത്തിൽ വായിച്ചതാണ്. പെരുമ്പാവൂരിലെ ഒരു താത്ത കച്ചവടമാണ് ജോലി, എന്ത് പലചരക്ക് കച്ചവടം. പക്ഷെ എക്സൈസുകാരുടെ റെയ്ഡ് ചെയ്തപ്പോൾ അവിടെ ഒരു മാസം 30 ലക്ഷം രൂപയുടെ മയക്കുമരുന്നിന്റെ കച്ചവടമാണ് നടക്കുന്നത്. അത് അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി മാത്രമല്ല, വലിയൊരു നെറ്റ്വർക്കാണ്. നോട്ട് എണ്ണാനുള്ള യന്ത്രം പോലും അവിടെ ഉണ്ടായിരുന്നു എന്നാണ്. ഇങ്ങനെയുള്ള വലിയ രീതിയിലുള്ള സാമൂഹ്യ പ്രശ്നങ്ങൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ക്ഷേത്രങ്ങളുടെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു. ശബരിമലയ്ക്ക് വേണ്ടി സ്വാമിജിക്ക് വളരെ നിലയ്ക്കൽ പ്രക്ഷോഭത്തിലൊക്കെ പങ്കെടുത്തു. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് തന്നെ സ്വാമിജി സത്യാനന്ദ സരസ്വതി സ്വാമികളുടെ നവതിയുടെ ആ 3 ദിവസത്തെ ആഘോഷങ്ങളുടെ ഒരു ദിവസം തന്നെയാണ്. ആ സ്വാമിജിയുടെ ആ അക്കാലത്തെ പ്രവർത്തനങ്ങൾ നമ്മൾ എന്നും നമുക്ക് പ്രചോദനമാണ്. അപ്പോൾ കേരളത്തിലെ നമ്മുടെ ആ കേരള തനിമയെ തിരിച്ചു പിടിക്കാൻ, നമ്മുടെ ആധ്യാത്മിക മൂല്യങ്ങളെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുന്നോട്ടുള്ള യാത്രയാണ് വളരെ വിചിന്തനത്തിന് ശേഷം ഉണ്ടായിട്ടുള്ളത്. ശരിക്കും കോഴിക്കോട് നടന്നൊരു മീറ്റിംഗിൽ ഞങ്ങൾ ആദ്യം തീരുമാനിച്ചത് ഇതാണ്. സ്വാമിജിയുടെ അധ്യക്ഷതയിലെ 41 ദിവസങ്ങളെ കൊണ്ട് കേരളത്തിലെ ഓരോ ഗ്രാമാന്തരങ്ങളിലും സന്യാസിമാർ ചെന്ന് വീടുകളിലും ഗ്രാമങ്ങളിലും ചെന്ന് അവരോട് ആശയസംവാദം ചെയ്ത് പ്രാർത്ഥനകളും വചനങ്ങളും അർച്ചനകളും ഒക്കെ നടത്തിക്കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ കേട്ടുകൊണ്ട് യാത്ര ചെയ്യാൻ വേണ്ടിയായിരുന്നു. പക്ഷേ മറ്റു പല സാങ്കേതിക തടസ്സങ്ങളും കാരണങ്ങളും ഉള്ളതുകൊണ്ട് അത് 14 ദിവസത്തിലേക്ക് ചുരുക്കുകയായിരുന്നു. ഏതായാലും അതിൻ്റെ സാക്ഷാത്കാരം നമ്മുടെ കുടുംബ ബന്ധങ്ങളെ തിരിച്ചു പിടിക്കാൻ, നമ്മുടെ ആത്മീയ മൂല്യങ്ങളെ തിരിച്ചു പിടിക്കാൻ, നമ്മുടെ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കാൻ, ഒരുപക്ഷെ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. മുഗളന്മാരും ബ്രിട്ടീഷുകാരും പോലും ഭരിക്കുമ്പോൾ ചെയ്യാത്ത രീതിയിലുള്ള കൊള്ളയാണ് നമ്മുടെ ആരാധനാലയങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നിഷ്ക്രിയായിട്ടിരുന്നാൽ മതിയോ? സ്വാമി നേരത്തെ ചോദിച്ച പോലെ കൂടെയില്ലേ? ആ ചോദ്യം തന്നെയാണ് ചോദിക്കേണ്ടത്. നമ്മുടെ അവരോട് ചോദിക്കേണ്ട ചോദ്യമാണ്. ഇനി നമുക്ക് കാത്തിരിക്കാൻ സമയമില്ല. അതുകൊണ്ട് ഈ ധർമ്മ സന്ദേശയാത്ര തിരുവനന്തപുരത്ത് അനന്തപുരിയിൽ ശ്രീപത്മനാഭന്റെ മണിലേക്ക് എത്തുമ്പോൾ കേരളത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കണം, വേണ്ടേ? അതിനുള്ളൊരു തീരുമാനവും നിശ്ചയദാർഢ്യവും എടുക്കാനുള്ള ഒരു തീരുമാനമാണ്, നമ്മുടെ ഒരു സംഗമമാണ് തൃശ്ശൂരിൽ ഇന്ന് നടക്കുന്നത്. ഞാൻ പലപ്പോഴും അമൃതാനന്ദമയി ദേവി അമ്മ ഈ അടുത്ത കാലത്ത് സത്സംഗങ്ങളിൽ പറയുമ്പോൾ ഒരു കഥയുണ്ടാകും. അവിടെ നിസ്സാരമാണ് തോന്നും നമുക്ക്. അമ്മ പറയുന്നത്, ഒരു വലിയ കെട്ടിടത്തിന് തീ പിടിച്ചു. കെട്ടിടത്തിനല്ല, കെട്ടിടത്തിന്റെ അടിയിൽ തീ പിടിച്ചു. അത് മേലെ താമസിക്കുന്നവരൊക്കെ വിചാരിക്കുന്ന വ്യക്തി നിലയുണ്ട്, ഇത് നമ്മളൊന്നും ബാധിക്കില്ല, ഇത് തീ താഴെയുള്ളവരെ ബാധിക്കുന്ന അവർ കൂട്ടക്കരച്ചിൽ മറ്റവർ നിസ്സംഗമായിട്ട് സുഖമായിട്ട് ചുമ്മാ ജീവിക്കുകയാണ്. പക്ഷേ ഈ തീനാളം അവരെയും വിഴുങ്ങും, ഇല്ലേ? അവരും ഈ തീനാളത്തിൽ പെട്ട് ആ കെട്ടിടം താഴെ അഗ്നിയിൽ കൊണ്ട് നമ്മൾ താഴേക്ക് വരും. അപ്പൊ അവരും സുരക്ഷിതരല്ല. അതുപോലെ നമ്മുടെ ഹിന്ദു സമാജത്തിന്റെ ഒരു ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു വിഭാഗത്തിന്റെ പ്രശ്നമല്ല, ഒരു ക്ഷേത്രത്തിന്റെ പ്രശ്നമല്ല, ഒരു കുടുംബത്തിന്റെ പ്രശ്നമല്ല, നമ്മുടെ സനാതന ധർമ്മത്തിന്റെ മൊത്തത്തിലുള്ള പ്രശ്നമാണ്. ഇതിനൊരു പ്രതിവിധിയാണ്, അതിനൊരു ഉണർത്തുപാട്ടായിട്ടാണ് നമ്മുടെ ഈ യാത്ര നമ്മൾ തീരുമാനിച്ചിട്ട് ഇവിടം വരെ നമ്മൾ സാക്ഷാത്കരിച്ചെത്തിയിരിക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും മുൻ കാര്യങ്ങളിലേക്ക് ചെയ്യാറുണ്ട്. നേരത്തെ സ്വാമിജി പലപ്പോഴും രാവിലെ നടന്ന നേതൃസമ്മേളനത്തിലും ചിദാനന്ദ സ്വാമിജി പറഞ്ഞ 4 കാര്യങ്ങളുണ്ട്. അത് സ്വാമിജി വിശദമാക്കും. എങ്കിൽ പോലും സൂചിപ്പിക്കുകയാണ്, നമ്മുടെ ഹിന്ദു സമാജത്തിന് സമ്പത്ത്, സംസ്കാരം, സന്താനം, സംഘടന,
ഇത് നാലും അനിവാര്യമായ ഒരു സംഗതിയാണ്. അതെങ്ങനെയാണ് എന്നത് കൃത്യമായിട്ട് സ്വാമിജി തൻ്റെ പ്രസംഗത്തിൽ വിശദീകരിക്കും. ഇതിനെ നമ്മൾ അതുപോലെ പഞ്ചമഹായജ്ഞങ്ങളെ പോലെ തന്നെ ഇതിനെ നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ ഒരു തീരുമാനമാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ മാറ്റം നമുക്ക് കേരളത്തിലുണ്ടാവും. അതുകൊണ്ട് ഈ വീര സാവർക്കർ പറയുന്ന പോലെ ഒരു ഹിന്ദുവിന് സദ്ഗുണ വൈകൃതം എന്നാണ് സാവർക്കർ പറഞ്ഞിട്ടുള്ളത്. അത് ഒരുപക്ഷെ സ്വാതന്ത്ര്യത്തിന് മുമ്പാണെങ്കിൽ പോലും അതേ സദ്ഗുണ വൈകൃതം ഇന്നും ആധുനിക കാലത്ത് നിലനിൽക്കുന്നുണ്ട് പല രീതിയിലും. നമ്മുടെ രാഷ്ട്രീയക്കാരുടെ ചട്ടുമായിട്ട് ജീവിക്കുകയാണ് നമ്മൾ പലപ്പോഴും. അപ്പൊ അതുകൊണ്ട് അതൊക്കെ മാറി നാം എന്താണ്, സനാതന ധർമ്മം എന്താണ് എന്ന് മനസ്സിലാക്കി ഈ നമ്മുടെ എല്ലാം തിരിച്ചു പിടിക്കാനുള്ള കേരള തന്മയിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുപോകണം. നമ്മുടെ ക്ഷേത്രങ്ങളുണ്ട്, നമ്മുടെ ആശ്രമങ്ങളുണ്ട്, ഇതൊക്കെ നമ്മുടെ തപസ്യകള് ഇവിടെ നിന്നാണ് ആരംഭിച്ചത്. ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠ ചെയ്ത കുതിരോടി ഗവർണർനാഥ ക്ഷേത്രത്തിൽ നിന്നും പ്രതീകാത്മകമായിട്ടാണ് ആരംഭിച്ചിട്ടുള്ളത്. ആ ഗുരുദേവന്റെ ചൈതന്യം കൊണ്ടാണ് ദീപമായിട്ടാണ് അനന്തപുരിയിലേക്ക് നമ്മൾ യാത്ര ചെയ്യുന്നത്. ആ ഗുരുദേവനെ പോലെയുള്ള മഹാത്മാക്കളാണ്, എത്രയെത്ര മഹാത്മാക്കളുടെ തപസ്സും ത്യാഗവുമാണ് ഈ സനാതന ധർമ്മത്തെ നിലനിർത്തിയിട്ടുള്ളത്. ഒരുപക്ഷെ 10,000 വർഷങ്ങൾക്കപ്പുറമാണ് ശ്രീരാമചന്ദ്ര മഹാപ്രഭു ജീവിച്ചിരുന്നത്. തന്റെ സരയൂ നദിയിൽ തന്റെ ശരീരം ഉപേക്ഷിച്ചെങ്കിലും രാമൻ ഇന്നും ആത്മാരാമനായിട്ട് നമ്മൾ ഓരോരുത്തരുടെ ഹൃദയത്തിലുണ്ട്. ഭാരതത്തിനെ ത്രസിപ്പിക്കുന്ന ചൈതന്യമാണ് രാമമന്ത്രം. 5000 വർഷങ്ങൾക്കപ്പുറമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ സോമനാഥത്തിൽ തന്റെ ശരീരം ഉപേക്ഷിച്ചെങ്കിലും കൃഷ്ണൻ നമ്മുടെ ഹൃദയശബ്ദത്തിഷ്ഠതി ഇല്ലേ, നമ്മുടെ ഹൃദയത്തിൽ ആത്മാരാമനെ പോലെ തന്നെ കൃഷ്ണൻ വിലസുന്നു. എത്രയോ നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ 100 വർഷങ്ങൾക്കപ്പുറം മരിച്ച എത്രയോ സമാധിയായിട്ടുള്ള ശ്രേഷ്ഠന്മാരുണ്ട്, സന്യാസശ്രേഷ്ഠന്മാരുടെ മഹാത്മാക്കളുണ്ട്, രാമകൃഷ്ണദേവനുണ്ട്. അപ്പോൾ അവരെല്ലാം ഇന്ന് സജീവമാണ്. ഇതൊന്നും മറഞ്ഞു പോകുന്നതല്ല. അത്രയും ഊർജം നമ്മുടെ ധർമ്മത്തിലുണ്ട്. ഇത് തപസ്യകളുടെ ഭൂമിയാണ്, തപോഭൂമിയാണ്, ദേവഭൂമിയാണ്. അതുകൊണ്ട് ഇതിനെല്ലാം തിരിച്ചു പിടിക്കാൻ നമുക്കൊരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് വേണം ഈ സമ്മേളനത്തിലേക്ക് പോകാൻ. അതിനുള്ള മാർഗനിർദ്ദേശം നൽകുവാനുള്ള മഹാത്മാക്കളായിട്ടുള്ള സന്യാസി ശ്രേഷ്ഠന്മാരുണ്ട്. ഈ ലക്ഷ്യത്തിന് വേണ്ടി നമുക്കൊന്നിച്ച് മുന്നോട്ട് പോകണം. നമ്മുടെ ചെറുപ്പക്കാര് വഴിതെറ്റി പോകുന്ന കുട്ടികളെ തിരിച്ചു കൊണ്ടുവരണം. മയക്കുമരുന്നിന്റെ മദ്യത്തിന്റെ ഉപയോഗം തടയപ്പെടണം. വീടുകളിൽ ആത്മീയത ഉണ്ടാവണം. ഇതിലെല്ലാം ഒരുപാട് തീരുമാനങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് ചിദാനന്ദപുരി സ്വാമിജികൾ വിശദീകരിക്കും. എൻ്റെ വാക്കുകൾ ഇവിടെ ഗുരു പാദപത്മങ്ങളിൽ, നമ്മുടെ സന്യാസി ശ്രേഷ്ഠന്മാരുടെ പാദപത്മങ്ങളിൽ നമ്മുടെ ഗുരു പരമ്പരയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് വടക്കുംനാഥന്റെ തിരുമുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നിർത്തുന്നു.